ഹായ് ഓൾ, മൈസെൽഫ് സൗമ്യ ജിതിൻ. സ്പെക്ട്ര വെഞ്ചേഴ്സിന്റെ പുതിയൊരു ഇന്റർവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റില് മാറഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോഴത്ത് ഹൗസിൽ റിയ സാറിന്റെയും ലിസ്ന മാമിന്റെയും വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്റീരിയറിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇത് ഈ വീടിന്റെ ഫോർമൽ ലിവിങ് ഏരിയ ആണ്. വളരെ ബ്യൂട്ടിഫുള്ളും അതേപോലെ കാം ആൻഡ് കൂൾ അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടേക്ക് നമ്മൾ 2 എൻട്രി കൊടുത്തിട്ടുണ്ട്. ഒന്ന് സിറ്റ് ഔട്ടിലേക്കും ഒന്ന് ഈ ഒരു ഈ ഒരു ഏരിയയിലേക്കാണ്. അവിടെ പാടമാണ് അതിൻ്റെ ഒരു വ്യൂ ആയിട്ട് വരുന്നത്, ഡോറ് തുറക്കുമ്പോൾ ഒരു വ്യൂ ആയിട്ട് വരുന്നത്. പിന്നെ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ സീലിംഗ് പാറ്റേൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൂ സീലിംഗിൽ നിന്നാണ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു വാം ലൈറ്റ് ഫീലാണ് എല്ലാ ഏരിയയിലേക്കും സീലിംഗിൽ നിന്നുള്ള ലൈറ്റിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പിന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സോഫ കം ചെറിയൊരു ടീ ടേബിൾ ആണ്. പിന്നെ നമുക്ക് ടി വി യൂണിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എൻറ്റയർ വോള് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ടി വി യൂണിറ്റ് മെയിനായിട്ടുള്ള നമ്മൾ പാനലിലേക്ക് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് WPCയുടെ പാനൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടി വി യൂണിറ്റിൻ്റെ ബാക്ക് എൻഡ് പാനലിലേക്ക് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ്. ബോക്സ് വർക്കിൽ നമ്മൾ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷ് തന്നെയാണ്. പിന്നെ ബാക്കിലത്തെ വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വാൾപേപ്പറാണ്. നിഷസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വുഡൺ കളർ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻറ്റീരിയറിൻ്റെ കളർ പാറ്റേണിൽ നമ്മളുടെ ടോട്ടലി യൂസ് ചെയ്തിരുന്ന കളർ പാറ്റേണിൽ എല്ലാത്തിൻ്റെയും ഒരു മിക്സപ്പ് വേർഷനിലാണ് നമ്മൾ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ്ങിനും ഫോർമൽ ലിവിങ്ങിലും മിഡിലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റെയർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് GPയുടെ സ്ട്രക്ചർ ഫ്രെയിമാണ്. GPയുടെ സ്ട്രക്ചറിൽ മഹാഗണി വുഡിൽ റോപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ഹാൻഡ് റെയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ ടോട്ടൽ ഒരു ഏരിയയ്ക്ക് ഈ സ്റ്റെയർ ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയയ്ക്ക് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മളുടെ സ്റ്റെയർ ഏരിയ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പർഗോളാസിൻ്റെ അവിടെ ഒരു കൗച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻവെർട്ടറിൻ്റെ ഒരു പോയിൻ്റായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവെർട്ടർ ഒരു ഡബിൾ യൂസേജ് പർപ്പസിനൊക്കെ നമുക്ക് ഈ ഒരു കൗച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ 6 സീറ്ററിൽ ഒരു ഡൈനിങ് ടേബിളിൻ്റെ സ്പേസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഈ ഒരു വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 നിഷസ് പാനൽ ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ ആണ്. ഡബിൾ ഹൈറ്റിൽ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് നമ്മൾ സീലിങ്ങിൽ ചെറിയൊരു വുഡൺ പാറ്റേണിൽ ഗ്രൂയിങ് വർക്ക് കൊടുത്തിട്ട് ഈ ഒരു സീലിംഗ് ഏരിയ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയും ഇൻറ്റീരിയർ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ പ്ലാൻ ചെയ്യണമെന്ന്. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് കുറയ്ക്കാനും പറ്റും. അങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു വീടാണിത്. ഇതിൽ നമ്മൾ ജിപ്സം സീലിംഗ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രൂ സീലിംഗിൽ നിന്ന് തന്നെയാണ് ഡയറക്റ്റ് ലൈറ്റിംഗ് ഉള്ള പ്രൊവിഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും ആ ഒരു എൻട്രിയിൽ ആർക്ക് ഡ്രൈവ് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് പാനൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ലിവിങ് കഴിഞ്ഞു, ഡൈനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് പോകുന്നത് കോമൺ വാഷിലേക്കാണ്. കോമൺ വാഷിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ്, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് WPCയുടെ പാനൽസ് കൊടുത്ത് ഓൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സിമെൻറ്റിൻ്റെ ടെക്സ്ചർ ഫിനിഷ് യൂസ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വുഡിൻ്റെ കളറും അത് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസ്കഷൻ തുടങ്ങിയ ഫസ്റ്റ് ദിവസം തൊട്ട് മാം ഏറ്റവും കൂടുതൽ എന്നോട് പറഞ്ഞ കളർ പാറ്റേണിൽ ഒന്നാണ്, എനിക്ക് കംപ്ലീറ്റ്ലി വൈറ്റ് കിച്ചൺ തന്നെ വേണം സൗമ്യ, ഞാനത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോളാം, എനിക്ക് വൈറ്റ് കിച്ചൺ തന്നെ വേണം എന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ വൈറ്റ് കിച്ചൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രിഡ്ജിനാണ് ഒരു യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മുകളിൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ബോട്ടം ക്യാബിനറ്റ്, ഓവർഹെഡ്. ഇവിടെ ബോട്ടം ക്യാബിനറ്റിൽ നമ്മളൊരു പ്രൊഫൈൽ ലൈറ്റിങ്ങിൻ്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് മെയിൻലി നമ്മൾ സിംഗിൾ കളർ പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓപ്പൺ ബോക്സസിന് മാത്രം ഒരു ഇന്നർ സ്പേസിൽ വുഡൻ്റെ കളർ നമ്മുടെ ഒരു കളർ കോംബോയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കൗണ്ടർ ടോപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈലാണ്, ഡബിൾ തിക്കിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആക്സസറീസിൻ്റെ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കട്ട്ലറി, പ്ലെയിൻ ബാസ്ക്കറ്റ്, പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് 2 പ്ലെയിൻ ടാൻഡം എഗ് ബോക്സസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആക്സസറീസ് എല്ലാം തന്നെ നമ്മൾ ടാൻഡം ആക്സസറീസ് കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കട്ട്ലറി ട്രേ, കട്ട്ലറിയാണ്. പ്ലേറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്ലെയിൻ ബാസ്ക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് പിന്നെ ബോട്ടിൽ പുൾ ഔട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം SS സോഫ്റ്റ് ക്ലോസ് ആക്സസറീസ് തന്നെയാണ്. എക്കോടെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആക്സസറീസ്. അത് കൂടാണ്ട് എക്സ്ട്രാ നമ്മൾ 2 പ്ലെയിൻ ബോക്സസ് കൂടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസസിന് കൂടിയിട്ട്. പിന്നെ നമ്മൾ ഓവർഹെഡിൽ GTBTയുടെ ഒരു യൂണിറ്റും ഒരു ആക്സസറീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കിച്ചണിൽ ഏറ്റവും ഭംഗി കൂട്ടുന്നത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ തന്നെയാണ്. അപ്പോൾ നമ്മൾ കേർവിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബോട്ടത്തിൻ്റെ ഏരിയയിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബെൻഡബിൾ ലൂവേഴ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബെൻഡബിൾ ലൂവേഴ്സിൽ ഒരു പ്രൊഫൈൽ ലൈറ്റിങ്ങിൻ്റെ ഒരു ലൈറ്റ് പാറ്റേൺ കൊടുത്തിട്ട് ആ ഏരിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ നമ്മൾ സ്റ്റോറേജ് സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സ്മോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിച്ചണിൽ നമ്മൾ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ലെങ്ത് ആയിട്ടുള്ള ഒരു ടോൾ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് ആക്സസറീസിലാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ കിച്ചണിലേക്ക് യൂസ് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള സ്റ്റോറേജ് ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കിച്ചൺ ഏരിയ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, പിന്നെ നമ്മളുടെ ടോൾ യൂണിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ആ വാഷ് ഏരിയയുടെ വാഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പുൾ ഔട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവർഹെഡ് യൂണിറ്റും. അപ്പോൾ നമ്മളുടെ കിച്ചൻ്റെ ചെറിയ കിച്ചണാണെങ്കിലും എല്ലാ സ്റ്റോറേജ് സ്പേസസും കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ബെഡ്റൂമിലൂടെ ഇൻറ്റീരിയറിൻ്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിരിക്കുന്നത്. നമ്മൾ ബെഡ്റൂമിലേക്ക് കയറുകയാണെങ്കിൽ നമ്മൾ ട്രൂ സീലിംഗിൽ തന്നെയാണ് ഹാങ്ങിങ് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സ്പോട്ട് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ബെഡ് കോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് ഹെഡ് റെസ്റ്റ് അടക്കമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബെഡ് കോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ഡോർ വാർഡ്രോബ് വിത്ത് ഡ്രസ്സിങ് യൂണിറ്റ് ആണ് വരുന്നത്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തൊരു ബെഡ്റൂമാണിത്.
പേസ്റ്റൽ കളർ കോമ്പിനേഷനിൽ സിംഗിൾ കളർ പാറ്റേൺ ആണ്. പേസ്റ്റൽ കളർ കോമ്പിനേഷനിൽ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിലാണ് നമ്മൾ വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ലെങ്ത് ആയിട്ടുള്ള ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിററും കൂടി അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇത്. വാർഡ്രോബ് കം ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമ്മൾ ട്രൂ സീലിംഗിൽ നിന്ന് തന്നെ 2 ഹാങ്ങിങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാം ലൈറ്റ് ഫീലാണ് മൊത്തത്തിൽ ലൈറ്റിങ്ങിന് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പേസ്റ്റൽ കളർ പാറ്റേൺ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 3 ഡോർ വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്ക് എൻഡിലേക്ക് നമ്മൾ ലൂവർ പാറ്റേണിലുള്ള പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിലാണ് ബാക്കിലത്തെ പാനലിങ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ബെഡ് കോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഹാൻഡിൽസിൻ്റെ കളർ എന്ന് പറഞ്ഞാലും ഒരു ആൻറ്റിക് ബ്ലാക്ക് ഫിനിഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലെങ്തി ആയിട്ടുള്ളൊരു ഹാൻഡിൽസാണ് വാർഡ്രോബിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാം എങ്ങനെയാണ് സ്പെക്ട്ര വെഞ്ചേഴ്സിലേക്ക് കണക്ട് ആയത്? മാമിൻ്റെ ഫുള്ളായിട്ടുള്ള നീഡ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയോ? കളർ കോമ്പിനേഷനൊക്കെ മാമിന് ഇഷ്ടമായോ? അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയോ? ഇൻസ്റ്റ പേജ് വഴിയാണ് നമ്മൾ സ്പെക്ട്ര വെഞ്ചേഴ്സിനെ പരിചയപ്പെടുന്നത്. പിന്നെ സൗമ്യ മാമുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. പിന്നെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. കളർ തീം നമ്മൾ വൈറ്റ് കിച്ചൺ വേണമെന്നായിരുന്നു ഒരാഗ്രഹം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്പെക്ട്ര വെഞ്ചേഴ്സായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവർ 3D റെഡിയാക്കി തന്നു. അപ്പോൾ അതിൽ നമുക്ക് 3D കണ്ടപ്പോൾ തന്നെ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷെ എന്നാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തായിരിക്കും ഫൈനൽ റിസൾട്ട് എന്ന് ആലോചിച്ചിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വർക്കൊക്കെ ചെയ്ത് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചതിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തു. നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. വീട്ടിൽ വരുന്ന ഗസ്റ്റ് ആയാലും എല്ലാവരും കിച്ചണാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ഇൻറ്റീരിയറിൻ്റെ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വർക്കിനെ കുറിച്ചിട്ട്. പക്ഷെ ഒരുപാട് കൊട്ടേഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ കാരണം ഒന്നും കൂടെ നന്നായി തോന്നിയത് സ്പെക്ട്ര വെഞ്ചേഴ്സിൻ്റെ കൊട്ടേഷൻ കണ്ടപ്പോഴായിരുന്നു. ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കാരണം മാമുമായിട്ട് സംസാരിച്ചപ്പോൾ ഒന്നും കൂടെ എനിക്ക് കംഫർട്ടായിട്ട് തോന്നി. അപ്പോൾ ഈ വർക്ക് മാമിന് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് അവരോട് സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഓക്കെ ആണെന്ന് മനസ്സിലായപ്പോൾ അവർക്ക് തന്നെ നമ്മൾ വർക്ക് കൊടുത്തു. പക്ഷേ റിസൾട്ട് വന്ന് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷയിലും നന്നായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ വീടിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തൊരു ഇൻറ്റീരിയർ ആണ്. മാം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു 5 മന്ത്സിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സൗമ്യ ഓക്കെ ആണ്, നമുക്ക് കൊട്ടേഷനായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ മാമിൻ്റെ കൺസെപ്റ്റ് ഫുള്ളി എന്നോട് ഷെയർ ചെയ്തു. അങ്ങനെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മൾ നമ്മളുടെ ശരിക്കുള്ള ഇൻറ്റീരിയറിൻ്റെ കളർ പാറ്റേൺ ആയിട്ടുള്ള ഒരു 60-30-10 എന്നുള്ള റേഷ്യോയിൽ തന്നെയാണ്. ഇവിടെ അധികം കളേഴ്സൊന്നും കുത്തി നിറച്ചിട്ടില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. മാം ഫുള്ള് സാറ്റിസ്ഫൈഡ് ആണ് നമ്മളുടെ വർക്കിൽ. 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. 2 BHK. ഇതിൻ്റെ ടോട്ടൽ ഇൻറ്റീരിയർ കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് സ്റ്റെയർ വന്നിരിക്കുന്നത് 7 lakhs rupees ആണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്ത ഒരു വീടാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ. താങ്ക് യു.